അങ്ങനെ നമ്മളൊന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. പാർട്സും പറയട്ടെ. അങ്ങനെ നമ്മൾ സാധനം ഉണ്ടാക്കാൻ പോവാണ്. പാർട്സും ചക്കയും. ചക്ക ഓൾറെഡി ഉണ്ടാക്കിയത് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള സാധനം കാണിച്ചാൽ ഇവനാണ് ഐറ്റം വെച്ചിട്ടാണ് പരിപാടി. ഏകദേശം 4-5 കേക്ക് കഴിഞ്ഞേക്കത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ ഇതിലേക്ക് വരാനുള്ളത് കാണിച്ചു തരാം. മേക്കിംഗ് ബൈ മൈ മദർ. ഞാൻ സഹായിച്ചു കൊടുക്കുന്നു. ചക്ക ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. ഇനി ഇത് സെറ്റ് ചെയ്യാനുണ്ട്. ഇതിലെന്തൊക്കെ അമ്മ വരിക? മുറം കാണാത്ത ആൾക്കാർക്ക്. പിന്നെ ചക്ക ചെമ്മണി, ചക്കത്തോല്, ചക്കപ്പോള അതൊക്കെ നല്ലോണം കഴിക്കുക. നമ്മൾ പണി തുടങ്ങി. കുറച്ച് മഞ്ഞപ്പൊടി. ഇതെന്താ? പറയേ എന്താ കളിന്നു? വലിയ ഷെഫുമാരൊക്കെ പറയും പോലെ. മല്ലിപ്പൊടി ടീസ്പൂണൊക്കെ മതിയോ? 2 ടീസ്പൂൺ. പിന്നെ മുളകും പൊടി. മുളക് പൊടി നമ്മൾ പഠിക്കുകയും ചെയ്യാം സിമ്പിളായിട്ട്. ഉപ്പാണ്ടേ? അമ്മേൻ്റെ അളവ് പാകത്തിന് ഉപ്പ്. ഞാനൊക്കെ മതിയോ? എന്താ ഉലുവ കുറച്ചിട്ടാൽ മതി. ബ്രൂറുണ്ടാവും. ഉലുവ എപ്പോഴും ഇങ്ങനെ ചവയ്ക്കും. പിന്നെന്താ? ഗ്രാമ്പൂ, പട്ട, ചീല ഒന്നും വേണ്ട. എടാ ഗ്രാമ്പൂ ആ കെട്ടലുണ്ടോ? വെറുതെ മോഡലാക്കിട്ട് നശിപ്പിക്കണ്ട. ഇതല്ലേ നമുക്ക് കുഴയ്ക്കുക. മിക്സിങ് ടൈം. ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടായല്ലോ. മിക്സിങ് ടൈം. നാടൻ വെപ്പ്. വെള്ളം ഒഴിക്കണം. കണക്കൊന്നും ഉണ്ടോ പറഞ്ഞു കൊടുക്കാൻ? എന്ത് കണക്ക്? ഒരു കണക്ക് തന്നെ. 2 കപ്പ് വെള്ളം. 2 കപ്പ് എന്നിട്ട് ഒരു പാട്ട വെള്ളം പറഞ്ഞ അടുപ്പത്തേക്ക് കയറുക. ഇതാണ് നമ്മളെ നാടൻ അടുപ്പ്. ഗ്യാസിന്മേൽ ഇത് ഉപയോഗിക്കുന്ന മുതലാവില്ല പറഞ്ഞിട്ട് സാധാ അടുപ്പിലേക്ക് കൊണ്ടുപോകണം. ഇന്ന് കത്തിച്ചോളി മൂടി വെച്ചിരുന്നു. ഇത്രയുള്ള പരിപാടി. വന്നിട്ടുണ്ട് ചക്ക മിക്സിങ് ടൈം. ചക്ക കുഴച്ചോണ്ടൊക്കെയാണ്. ചക്ക ഉണ്ടാക്കും കൂടി എടുക്കടി. പക്ഷെ ചക്ക ഉണ്ടാക്കുന്ന നല്ല സമയം കിട്ടിയതാണ്. ഈ സാധനത്തിന് എന്തായാലും പറയല് ഇതിന് നെയിം ഓഫ് കൈലിങ്ങാണേ അത്? അട്ടകോ? അട്ടകന്നല്ല എല്ലാവർക്കും അറിയുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും പേരുണ്ടോ? അട്ടകം നല്ല ചട്ടകം തന്നെ പറഞ്ഞു. അല്ലാണ്ട് വേറെ എന്താ പേരുണ്ടോ? കൈലിങ്ങണെ കൂടെ ഒന്നും അവിടെ കിട്ടുമെന്ന് പറയുന്ന കാണാതല്ലല്ലോ. അത് വേറെ അല്ലേ? അത് വേറെ ഇത് വേറെ. അത് രണ്ടാണ്. കൈലിങ്ങണെന്ന് പറയുന്നത്. കൈലിൻ്റെ കണാന്നൊന്നല്ല, കൈലിക്കണെന്ന് അറിയില്ല. ഒരു മോഡലാക്കി ഓട്ടയം ഭാഷയും പിടിക്കണ്ട. ഇഞ്ചി വെളുത്തുള്ളിയും ഇഞ്ചി. ഓക്കെ. വേറെ എന്താ ഉള്ളത്? എല്ലാം കൂടി കയ്യിൽ ഇങ്ങനെ തരും. എന്നാൽ ഒറ്റ പ്രാവശ്യം കൊണ്ടുപോയി ഷെഫിന് ഫുഡ് ഉണ്ടാക്കാൻ സാധനമൊന്നുമില്ല. ഇത് പൊളിച്ചിട്ട് ചതക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഇത് ചതയ്ക്കാം. എനിക്ക് ചതയ്ക്കും. ഇങ്ങനെ നമ്മൾ ഇവനെ ഇങ്ങനെ ഇട്ടുന്ന്
ചതയ്ക്കുന്നു. ഓ ഒറ്റ തീർച്ചയായും ഒരു പാകത്തിന് ചതച്ചാൽ മതി എന്നാണ് ഷെഫ് പറഞ്ഞത്. ഷെഫ് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, അങ്ങനെ മതി എന്നായിരിക്കും. എന്നിട്ട് ഇങ്ങനെ അത് എടുക്കാം. ഇനി ഉള്ളി അരിയണമെന്നാണ് ഷെഫ് പറയുന്നത്. ഇനി ഉള്ളി അരിയാം. ഉള്ളി അരിയുന്ന വേണ്ടിയില്ലല്ലോ, നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് അറിയതാ. ബോർഡൊന്നും വേണ്ട, അതിനെ കയ്യിൽ ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് പിടിക്കുക. അങ്ങനെ അരിഞ്ഞാൽ മതി. നിങ്ങൾ അറിയാമോ എങ്ങനെ? അറിയൂലെന്ന് പറയാം, അരിയൂലെന്നല്ല, അരിയുന്നേക്ക് താഴല്ല. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ അരിയാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി അരിയലും കഴിയും. അത് അരിഞ്ഞപ്പോൾ ഇത്ര ഉള്ളിയുണ്ട്. ഒരു ഉള്ളിയൊക്കെ മതിയപ്പോൾ അതിനകത്തേക്ക് ഒന്ന് മതി. ഇനി അരിയണ്ടേ, പറഞ്ഞാൽ പിന്നെ അപ്പീരില്ല. ഉള്ളി ഇവിടെ ഉണ്ട്, പിടിച്ച ഇഞ്ചി ഇവിടെ ഉണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി. ഒറ്റ കത്തിക്കലാണ് ഇവിടെ വേഗം പോകാം. പോക ഫാൻ. ഇവനാണ് നമ്മുടെ നായകൻ. എന്താ പുക വലിഞ്ഞു പോയി? കണ്ട നമ്മൾ അകർന്നുണ്ട. വാട്ടിയിടാണ്ട് ഉള്ളിയും ഇതെന്താ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയല്ലേ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല പിടിച്ച് വെച്ച ടൈൽ. ഇനി അമ്മേൻ്റെ അരിയൽ അതിലേക്കുള്ള ഇതൊന്നും നിങ്ങൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഇട്ടുണ്ട് പറയണേ. എപ്പോഴും ഉണ്ടെന്നില്ല. അതൊരു സ്റ്റൈല്, അതൊരു വേറെ സ്റ്റൈല്. ഇനി എപ്പോൾ അതിൽ കൊണ്ടു തട്ടണ്ടേ? ഓക്കെ, വാടിക്കഴിഞ്ഞാൽ അതിൽ കൊണ്ടു തട്ടും. നമ്മൾ വാടിയ ഐറ്റം കൊണ്ടുപോയിട്ട് നേരെ ചട്ടിയിലേക്ക് ഇടറായോ? സെറ്റായി വരുന്നുണ്ട്. എന്തോടാണ് അത്? നീ വേഗം വെയിറ്റ് ചെയ്യും. ചക്കയിലേക്ക് ഇട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഇനി എന്തായാലും വേകട്ടെ. വെന്തിട്ട് ചക്കര ഇട്ടിട്ട് കഴിക്കാം. അതുവരെ വെയിറ്റിംഗ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഇലയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇല വെട്ടാൻ പോവാണ്. ഇല വെട്ടി വരാം. കണ്ടാൽ അത്യാവശ്യം ഭംഗി തോന്നുന്നത് ഈ ഇലയാണ്. ഇത് വെട്ടാം. ഒന്ന് രണ്ടെണ്ണ പോരാമേ. നശിച്ച് നൽകുന്നത് നശിച്ചില്ല. രണ്ട് ഇല കിട്ടി. രണ്ട് ഇലയിലാണ് നമ്മളെ ഫുഡ്. വായിൻ്റെ ഇലയും ചക്കയും പാഴ്സും. സംഗതി സെറ്റ്. നമുക്ക് എന്തോന്നാ ടെസ്റ്റിംഗ് ടൈം എന്തോന്ന് അറിയാമോ? ടെസ്റ്റർ കണ്ടപ്പോൾ ഒട്ടിക്കഥ ചൂട്. ഓ നേരെ കഴിക്കോന്ന് വെക്കാം. നമുക്ക് ഇലയിൽ വേണം കഴിക്കാൻ. ഇല കഴിക്ക് സെറ്റായി.
സംഗതി നല്ല റെഡി ആക്കി ഇതെല്ലാം കൂടി. ചക്കര പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെല്ലാം റെഡി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ്. ചോറ് 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 കറി റെഡി. മതി. ഇപ്പോൾ കറി റെഡി, ചോറ് റെഡി. ഇനി നമ്മൾ മെയിനായിട്ട് ചക്ക 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 വെള്ളം കൊണ്ടുവരല്ലേ. ചക്ക ഇന്നത് നമ്മൾ നേരെ കുറച്ച് ചെറിയ മുകളിൽ ഇങ്ങനെ വെതറുക. ഒരു കയ്യിൽ മൊബൈലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നേരെ കറി ഇങ്ങനെ തലക്ക് കൂടി ഇങ്ങനെ ഇവ സംഗതി സെറ്റ്. അങ്ങനെ അത് റെഡി. ഫുഡ് റെഡി. അവരോട് കൂട്ടി കഴിക്കാം. കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും ബൈ. ഇതിപ്പോൾ ഉണ്ടായി തന്ന അമ്മയോട് താങ്ക്സ്. നന്ദി. ചൂട് വരുന്നതല്ലേ മതി. ഇങ്ങോട്ട് നോക്കി. സംഗതി അടിപൊളി. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിലിരുന്ന് കഴിക്കാനുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ സംഗതി സെറ്റ്. ചക്ക പാർട്സ് ചോറ്.